ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയ കിച്ചൻ ടിപ്സ്. എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ. ഇന്ന് എൻ്റെ കൂട്ടർമുമ്പ് ഷെയർ ചെയ്യാൻ വന്നേക്കും ഒരു അടിപൊളി സ്നാക്സ് ആണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കിച്ചണിലുള്ള 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടൊരു സ്നാക്സ് ആണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന റവ വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. വീഡിയോ എൻ്റെ കൂട്ടുകാർ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണേ. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കൂട്ടുകാർ മറക്കരുത് കേട്ടോ. കൂടെയുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിനകത്തോട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരണം. ഈ വെള്ളത്തിനകത്തോട്ട് ചെറിയ സ്പൂണ് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 മുതൽ 3/4 സ്പൂൺ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് 1 കപ്പ് റവയാണ് ഇടുന്നത്. 2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റവ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. കട്ടയൊന്നും പിടിക്കരുത്. നല്ലപോലെ ഒന്ന് വെന്ത് നല്ലപോലെ ഒന്ന് എടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കണക്ക് അതാണ് കേട്ടോ. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, ആ രീതിയിലാണ് അതിന്റെ കണക്ക്. കറക്റ്റായിട്ട് റവ നല്ലപോലെ വെന്ത് നല്ലപോലെ വരും. നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ സ്നാക്സ് ഉണ്ടാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, ഒരുപാട് ടൈമും ഇല്ല. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഫ്ലെയിം ഓഫ് ആക്കി ഈ ചൂടിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് വേവട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവ നല്ലപോലെ വെന്ത മണം വരുന്നുണ്ട്. ഒന്ന് ആറിയിട്ട് നമുക്ക് നല്ലപോലെ കൈവച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ നല്ല പരുവായിട്ടുണ്ട്. എന്നാലും കൈയുടെ വെച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. ചൂടാറിയിട്ട് കൈവച്ച് മിക്സ് ചെയ്യാവുള്ളൂ. അതുവരെ നമുക്ക് വേണമെങ്കിൽ തവി വെച്ചോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യും. ഇച്ചിരി നേരം ഒന്ന് ചൂടാറട്ടെ. ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഓയിൽ നല്ലപോലെ തടയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുണ്ട്, ചൂട് നിശേഷം മാറിയില്ല. കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയ ചൂടോട് തന്നെ നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ ചൂടാറിയാൽ റവ പെട്ടെന്ന് അങ്ങ് ഏറി കല്ലിക്കും. അതുകൊണ്ട് ചെറിയ ചൂടോടെ തന്നെ റവ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം കൈവച്ച് കേട്ടോ. ഒരുപാട് അങ്ങ് അയയണമെന്നില്ല, നല്ലപോലെ അങ്ങ് മിക്സായി വരണം, അത്രേ ഉള്ളൂ. ഇതേപോലെ ഒന്ന് മിക്സായി വന്നാൽ മതിയേ.
കുറച്ച് ഓയിലൂടെ തടയിട്ട് ചെറിയ ചെറിയ ബൗളായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ബൗളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് സെൻറ്റർ ഭാഗത്തിൽ ഹോളിട്ട് കൊടുക്കാം. എല്ലാം ഞാൻ ഇതേപോലെ റിങ് കണക്കിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ പാനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒരു സൈഡും പൊരിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിടാം. ഒരുപാട് എണ്ണ കുടിക്കാതിരിക്കാനാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത്. എണ്ണ മുങ്ങിക്കിടന്ന് പൊരിച്ചാൽ പെട്ടെന്ന് മുരിഞ്ഞു വരും. സ്കൂൾ വിട്ടുന്ന ടൈമിലേക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പുറത്തെ സൈഡ് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. തിരിച്ച് മറിച്ച് വിട്ടൊക്കെ നല്ലപോലെ പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നമ്മുടെ റവയുടെ പോപ്കോണ്. എല്ലാം നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ സ്നാക്സ് നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് തെരിപ്പരി മസാലയാണ്. തെരിപ്പരി മസാല ശകലം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുക്കാൽ സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാല എല്ലാം ഇതിനകത്ത് പിടിക്കാൻ വേണ്ടി. നമ്മളല്ലാതെ ഒരു മസാല ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇത് പുറമെ ഒരു ശകലം മസാല ചേർത്താൽ മതിയേ. നല്ല കിരീരാനിരിക്കുന്ന രീതിയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചൂടോടെ തന്നെ നമുക്ക് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോസുമായിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിനകം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. നല്ലപോലെ മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് നമ്മളിത് കഴിച്ചാൽ. സോസുമായിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് മുരിഞ്ഞിരിക്കുന്നതാണ്. റവയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചായ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളി സ്നാക്സ് തയ്യാറാക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി, നല്ല മുരുമുരാന്നുള്ള നല്ലൊരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കിച്ചണിലുള്ള 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത്. യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.
സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് വിലപ്പെട്ടതാണ്. അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക് യു.